അമേരിക്കയിൽ ട്രംപ് 24/7 ഈ ഒരു പീസ് സമാധാനം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ട്രംപ് ചിന്തിക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എണ്ണീക്കുന്നതും എല്ലാം ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നെതന്യാഹു എങ്ങനെയെങ്കിലും ഇറാൻ്റെ മേളിൽ ഒരു 2 ബോംബ് കൂടെ ഇട്ടേക്കാം, പിന്നെ അതുപോലെ തന്നെ ഗാസയിൽ തുടർന്ന് ഈ ഹമാസിനെ എല്ലാം തൂത്ത് പറക്കി കളഞ്ഞേക്കാം എന്നുള്ള നിലയിൽ സംസാരിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഗാസയിൽ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, അവിടെ ഇനി ചെയ്യാനൊന്നുമില്ല, എന്താണ് ഇനി അവിടെ ബാക്കിയുള്ളത്, അപ്പോൾ അതുകൊണ്ട് ഗാസ നിന്റെ കസ്റ്റഡിയിൽ തന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ഇറാന് ഞാൻ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്. ഇറാൻ ട്രംപിനെതിരെ വധഭീഷണി മുഴക്കിയിട്ട് പോലും ട്രംപ് ഭയങ്കര സമാധാനപ്രിയനായിട്ടിരിക്കുകയാണ്. എല്ലാം നൊബൽ പ്രൈസിൻ്റെ ഓരോരോ കുതന്ത്രങ്ങളാണ്. അറബ് രാജ്യങ്ങളെല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് ഇറാനെ സൈഡ് ലൈൻ ചെയ്യുന്നത് പോലെ ഒരു നാടകം കളിക്കുകയാണ്. അതുപോലെ തന്നെ ഈ യുദ്ധത്തിൽ, അതായത് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ യുദ്ധത്തിൽ ഹമാസിനെ ഡിഫീറ്റ് ചെയ്ത് ഇസ്രായേൽ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചോട്ടെ എന്ന് അവർ സ്വമേധയാ പറയുകയാണ്. ഇസ്രായേൽ സ്വയം അങ്ങ് ഞങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചോട്ടെ, അതിനെ ഗണ്ണിക്കാൻ ആരും വരുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പാലസ്തീൻ്റെ ഉള്ളിൽ തന്നെ ഒരു ലീഡർ, അങ്ങനെ ഒരു ഷെയ്ഖ് വദീദ് അൽ ജാബരി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, പാലസ്തീനിലുള്ള ഒരു പ്രമുഖനായ ഒരു ഷെയ്ഖാണ്. ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നത് ഒഫീഷ്യലി ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഞാൻ പ്രാഥമികമായിട്ട് പറഞ്ഞ ഇത്രയും വിഷയങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിനകത്ത് വെച്ചോളുക. കാരണം ഇനി ഈ പ്രാഥമികമായിട്ട് പറഞ്ഞ വിഷയങ്ങൾ എന്തിനെക്കുറിച്ചാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയൊക്കെ അറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ക്വിക്കായിട്ട് ഇതിൻ്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞു പോവാം. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ അമേരിക്ക, പ്രത്യേകിച്ച് അമേരിക്കയാണ് ഇത് മുന്നോട്ട് വെച്ചത് ഒരു ആശയം. ഇസ്രായേലുമായിട്ട് ബാക്കിയുള്ള ആ മിഡിൽ ഈസ്റ്റിൽ കിടക്കുന്ന ഈ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷൻ, അതായത് ഇസ്രായേലിനെ ഒരു സ്റ്റേറ്റ് ഹുഡായിട്ട് അംഗീകരിച്ചുകൊണ്ട് ബിസിനസ്, ട്രേഡ്, റിലേഷൻഷിപ്പ് എല്ലാം മെച്ചപ്പെടുത്തിക്കൊണ്ട് ആ മേഖലയിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്ന് പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു പ്ലാനാണ് അബ്രഹാം അക്കോർഡ്. അതിലിപ്പോൾ തന്നെ മൊറോക്കോ, UAE, അങ്ങനെ സൗദി അറേബ്യ, ഇങ്ങനെ പ്രാഥമികമായിട്ടുള്ള ചില രാജ്യങ്ങളൊക്കെ അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു സൗദി അറേബ്യ ഈ ഒരു അബ്രഹാം അക്കോർഡിനെ ഒരു കീ പോയിന്റ് ആയിട്ട് എടുത്തു വെച്ചുകൊണ്ടാണ് കംപ്ലീറ്റ് ഡിപ്ലോമസിയും ഇസ്രായേലുമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മീറ്റിംഗ് അമേരിക്കയിൽ പൂർത്തിയായിരിക്കുന്നു. ഇനി സൗദി അറേബ്യയുടെ ഊഴമാണ്. സൗദി അറേബ്യ ഇപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അബ്രഹാം അക്കോർഡിലേക്ക് കുറേ രാജ്യങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ട്രംപിൻ്റെ ക്ലിയർ കട്ട് ഇൻസ്ട്രക്ഷനാണ്, അബ്രഹാം അക്കോർഡിലേക്ക് നിങ്ങൾ വരണം എന്നുള്ളത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അപ്പോൾ മെജോറിറ്റി രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അറേബ്യയെ സപ്പോർട്ട് ചെയ്യുന്ന സുന്നി വിഭാഗത്തിൽപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അബ്രഹാം അക്കോർഡിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ആരാണ് കൺവിൻസ് ചെയ്യേണ്ടത്? പല രാജ്യങ്ങൾക്കും തീവ്ര നിലപാടാണ്. ഇൻഫാക്ട് സൗദി അറേബ്യയ്ക്ക് വരെ തീവ്ര നിലപാടാണ്. സൗദി അറേബ്യയുടെ MBSമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ കുറച്ച് ടോപ്പ് ലെവലിലുള്ള ആ ഒരു ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പരസ്പരം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ഇടപെടുന്ന, പല ഡിപ്ലോമാറ്റിക് ചർച്ചകളും നടത്തുന്ന, പല രാജ്യങ്ങളെയും കുറിച്ച് അവരുടെ സ്വഭാവങ്ങൾ, ക്യാരക്ടർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുന്ന ആ ഒരു ഗ്ലോബൽ സ്റ്റേജറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് കുറച്ച് ലിബറൽ മെന്റാലിറ്റി ഉള്ളത്. നേരെ മറിച്ച് സൗദി അറേബ്യയുടെ ഉള്ളിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് സാധാരണക്കാർ തൊട്ട് ചെറിയ ആൾക്കാർ തൊട്ട് തീർച്ചയായിട്ടും പാലസ്തീനിലുള്ളതും സുന്നി മുസ്ലിംസ് ആണ്. പാലസ്തീൻ്റെ ലാംഗ്വേജും അറബ് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൗദി അറേബ്യ അവർക്ക് തന്നെയാണ് അവരുടെ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. അതിൽ യാതൊരു മാറ്റമില്ല. സൗദി ജനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പീപ്പിൾ ഓഫ് സൗദി ഈസ് ഫുൾ ആൻഡ് ഫുൾ സപ്പോർട്ടിങ് പാലസ്തീനിയൻ തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവും വേണ്ട. ആയിട്ടാണ് ഇറാൻ്റെ ഇടപെടൽ കൊണ്ടാണ്. കാരണം ഇറാൻ ഒരു ഷിയ ചേരിയിൽ വരുന്ന രാജ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇസ്രായേലിനെ ആരില്ലാതാക്കുന്നു അവരാണ് ഈ ഏരിയയിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണല്ലോ ഇവരുടെ പ്രശ്നം. ഇവർ വർഷങ്ങളായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. ഇസ്രായേലാണ് ഇവിടുത്തെ സെൻറ്റർ ഓഫ് പോയിന്റ്. അപ്പോൾ ഇപ്പം ഹമാസ് താഴെ വീഴുന്നു, അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ താഴെ വീഴുന്ന ഹമാസിനെ താങ്ങി പിടിക്കാൻ ഒരു മറയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ മറ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അബ്രഹാം അക്കോർഡിന് ബദലായിട്ട് അബ്രഹാം ഷീൽഡ്, അതാണ് ഇപ്പം അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് അമേരിക്കയോട് പ്രപ്പോസ് ചെയ്യുന്നത്. അതിൽ കുറേ പോയിന്റുകളുണ്ട് കേട്ടോ. അതൊരു 6 പോയിന്റ് മെയിൻ പോയിന്റായിട്ട് പറയുന്നുണ്ട്. ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസ്രായേലിന് 1-2 പോയിന്റുകൾ മാത്രമാണ് അതിനകത്ത് ഗുണപരമാകുന്നത്. പക്ഷേ അതേപോലെ നേരെ മറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു 2 സ്റ്റേറ്റ് തിയറിക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എങ്ങനെ ഹമാസിനെ സംരക്ഷിച്ച് നിർത്താം, എങ്ങനെ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ സെക്യൂർ ചെയ്ത് നിർത്താം എന്നുള്ള രീതിയിൽ വളരെ കുത്തിയിരുന്ന് ഹോംവർക്ക് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ഒരു പ്ലാനാണ് കേട്ടോ. ആ രീതിയിലാണ് മൊത്തത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ആദ്യം വായിച്ചപ്പോഴത്തേക്കും ഇത് ഇസ്രായേലിന് അനുകൂലമാണല്ലോ എന്ന് തോന്നിപ്പോയി. പിന്നെ ഒരു 2 വട്ടം 3 വട്ടം വായിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനകത്ത് എഴുതി വളരെ കീ പോയിന്റുകൾ, പാലസ്തീനിന് എന്തൊക്കെ വേണോ, ഹമാസിന് എന്തൊക്കെ വേണോ, പാലസ്തീനിയൻ അതോറിറ്റിക്ക് എന്തൊക്കെ വേണോ, അറബ് രാജ്യങ്ങൾക്ക് എന്തൊക്കെ വേണോ, അത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസ വെടിനിർത്തൽ അഥവാ ഈ ഒരു ഹമാസുമായിട്ടുള്ള സീസ് ഫയർ അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വരുന്നതിനോടനുബന്ധിച്ച് തുടരെ അറബ് കൺട്രീസ് നടത്താനിരിക്കുന്ന ആക്ഷൻ പ്ലാൻ, ഇത് ട്രംപ് നടത്തി കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് പ്രപ്പോസ് ചെയ്യുന്ന പ്ലാൻ, അബ്രഹാം ഷീൽഡ്. അതായത് ഇവർ പറയാൻ പോകുന്ന അബ്രഹാം അക്കോർഡിലേക്ക് ഈ രാജ്യങ്ങളൊക്കെ വന്ന് സൈൻ ചെയ്യുമ്പോൾ എന്താണ് അതിലൂടെ കിട്ടാൻ പോകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ യുദ്ധം നിർത്തുന്നതുമായിട്ട് ഈ അബ്രഹാം അക്കോർഡ് ബന്ധിപ്പിക്കപ്പെടുന്നത് എന്നുള്ള രീതിയിൽ ഒരു കവചം, അതാണ് അബ്രഹാം ഷീൽഡ് ഇവർ പ്രപ്പോസ് ചെയ്യുന്നത്. ഗാസയിലെ വെടിനിർത്തലും
തടവ് പുള്ളികളെ വിട്ടയക്കലും. ഇതാണ് പോയിന്റ് നമ്പർ 1. ഈ പോയിന്റ് നമ്പർ 1 വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നത് ഇസ്രായേലിന്റെ ബന്ദികളായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ, മരണപ്പെട്ട ആൾക്കാരുടെ മൃതശരീരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് തന്നെ കൈമാറുന്നതിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. ഫുൾ ആൻഡ് ഫുൾ ആ ഒരു കൈമാറ്റമാണ് ഇതിനകത്ത് പറയുന്നത്. അതിനോടൊപ്പം വെടിനിർത്തൽ, ഒരു താൽക്കാലിക ഭരണകൂടം അങ്ങനെ കൊണ്ടുവരാനാണ്. അതിനകത്ത് കുറച്ച് ടെക്നീഷ്യൻസ്, അതായത് ഈ പ്ലാനിംഗ് കമ്മീഷൻ അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലൊക്കെ പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് എഫിഷ്യൻസി ഉള്ള ആൾക്കാർ, അതായത് ഈ സിറ്റി റീബിൽഡ് ചെയ്യണം, ഗാസ റീകൺസ്ട്രക്ട് ചെയ്യണം. ഗാസയിൽ ഒരുപാട് റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സ് ഇതേമാതിരിപ്പെട്ട കുറച്ച് ടെക്നോക്രാറ്റുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഭരണകൂടം, അതായത് താൽക്കാലിക ഭരണകൂടം. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 പോയിന്റ്സ് ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു എബ്രഹാം ഷീൽഡിൽ വെക്കുന്നത്. പിന്നെ ഇസ്രായേലിന് അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാം. ഇസ്രായേൽ ഓൾറെഡി വിജയിച്ചാണ് നിൽക്കുന്നത്. ഇനി ഇവർ പറഞ്ഞിട്ട് വേണം അവർ പ്രഖ്യാപിക്കാൻ. ഇസ്രായേലിന് അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാമെന്ന് ഇതിനകത്ത് പോയിന്റ് നമ്പർ 1 തന്നെ പറയുന്നുണ്ട്. IDFന്റെ ബറ്റാലിയൻസിനെ, IDFന്റെ ട്രൂപ്പ് ഫുൾ ആൻഡ് ഫുൾ ഗാസയിൽ നിന്ന് വിഡ്രോ ചെയ്യണം. ഇതാണ് പോയിന്റ് നമ്പർ 2. ഈ വിഡ്രോവൽ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എവിടെയൊക്കെയാണ് സോൺ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ജബാലിയ ഭാഗമൊക്കെ ഇസ്രായേൽ കണ്ടീഷനിൽ വെച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇവർ പറയുന്നത് അതെല്ലാം വിട്ടിട്ട് പഴയ രൂപത്തിൽ ഗാസ എങ്ങനെയാണോ ആ രീതിയിൽ ഇസ്രായേൽ വിഡ്രോ ചെയ്യണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ ഹമാസ് തിരിച്ചു വരുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ എടുക്കാൻ പറ്റുമോ അതെല്ലാം, ആ മെഷേഴ്സ് എല്ലാം ഇസ്രായേലിന് എടുക്കാം. അതായത് ഇപ്പോൾ ഇസ്രായേലിന് ഗാസയ്ക്കുള്ളിൽ സെക്യൂരിറ്റി സർവൈലൻസ് നോക്കണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കാം. ഏരിയൽ വ്യൂവിൽ അവർക്ക് വാച്ച് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ത്രെട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് അതിനെ തടയാനുള്ള ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ളൊരു പോയിന്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ നല്ലൊരു പോയിന്റാണ്. അത് നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അതിനവർ പറയുന്നത് ടാർഗറ്റഡ് പ്രിസൈസ് ആക്രമണങ്ങൾ നടത്താനുള്ള പെർമിഷൻ ഇതിനകത്ത് അവർ ഇൻബൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ ഈ താൽക്കാലികമായിട്ടുള്ള ഭരണകൂടം എന്നൊക്കെ പറയുന്നത് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ആയിരിക്കും. അതിൽ ഇസ്രായേൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അതുപോലെ ഈജിപ്റ്റ്, സൗദി അറേബ്യ, UAE ഇങ്ങനത്തെ ഈ രാജ്യങ്ങളുടെയൊക്കെ കൂട്ടായ്മയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിൽ ടോട്ടലി ഇറാനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് സുന്നി രാജ്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇറാനെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവിടെ ഒരു അറബ് പോലീസ് സംവിധാനം അവരവിടെ കൊണ്ടുവരും. ഈ അറബ് പോലീസ് സംവിധാനമാണ് ശരിക്കും ഈ ഒരു ഗാസയെ ഈ ഒരു ഇടക്കാല സർക്കാരിൻ്റെ ആ ഒരു കാലയളവിൽ നിയന്ത്രിക്കുന്നതും അവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്തുന്നതും. ശരിക്കും ഗാസയുടെ പുനർനിർമ്മാണം അത് സൗദി അറേബ്യയും UAEയും ആയിരിക്കും പ്രാഥമികമായിട്ട് അതിനകത്ത് ലീഡ് ചെയ്യുന്നത്. അതിലുപരിയായിട്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഡൊണേറ്റ് ചെയ്യാം, പൈസ കൊടുക്കാം. ഖത്തറിനൊക്കെ ധാരാളം പൈസ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പൈസ ഉണ്ട് പുള്ളിയുടെ കയ്യിലേക്ക്. പുനർനിർമ്മാണം അസാധ്യമായിട്ട് അവർ നടത്തി തീർക്കും. ഒരു 5 വർഷം മതി ഇതൊക്കെ സെറ്റാക്കി എടുക്കാൻ. ഹമാസിഫിക്കേഷൻ, ഹമാസിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിൽ ഇവരെ US ഒരു ടീമിനെ അയക്കും ഈ പോയിന്റുകളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് തന്നെ ഏറ്റവും കൂടുതലും ഈ ഹമാസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ തട്ടിക്കൂട്ട് പരിപാടിയെല്ലാം ഈ ഹമാസിനെ രക്ഷപ്പെടുത്താനാണ് ഇപ്പോൾ തിടുക്കിട്ട് ഇങ്ങനെയൊക്കെ പോയിന്റുകൾ എഴുതിക്കൊണ്ട് പോകുന്നത്. ഇസ്രായേലിനെതിരെയുള്ള പഠന രീതികൾ അതൊക്കെ മാറ്റും. അതൊക്കെ മാറ്റിയിട്ട് ടോളറൻസ്, അതുപോലെ തന്നെ തീവ്രവാദം എങ്ങനെ ഇല്ലാതാക്കാം, അതുപോലെ ടോളറൻസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എനിവേ അത് കണ്ടു ബോധ്യപ്പെടുന്ന വിഷയമാണ്. കാരണം ഈ ചരിത്രത്തിൽ തന്നെ ഇവർ ഇങ്ങനെ പറയാത്ത വിഷയങ്ങളാണ് ഇപ്പോൾ പുതുമയായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നത്. മാറിയ ചിന്താഗതിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വരുന്ന പോയിന്റുകളാണോ ഇല്ലെങ്കിൽ ഇവർ തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ചില ഉടായ്പകളുമായിട്ട് വരുന്നതാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു പോയിന്റ് അവർ പറയുന്നുണ്ട്. ഒരു വിഷയം എനിക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു സീസ് ഫയർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇവർ ഇസ്രായേലിനെ കുറിച്ചുള്ള ആ ശത്രുത പഠിപ്പിക്കത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് ഒരു സീസ് ഫയറിന്റെ ആവശ്യം വരുന്നുണ്ടെന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന ഒരു പോയിന്റ് ഇതിനകത്ത്. കാരണം ഈ മറ്റുള്ളവനെ കുറിച്ച് ഇങ്ങനെ ശത്രുതാ മനോഭാവവും പിന്നെ അയൽവാസിയെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണകളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ അവർക്കത് ഞങ്ങൾ തിരുത്താമെന്ന് പറയേണ്ടി വരുന്നത്. ഇതൊക്കെ തന്നെയാണല്ലോ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ അടുത്ത സംവിധാനം സീറോ ക്യാഷ്, അതായത് ലിക്വിഡ് ക്യാഷ് ഇനി അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. അതായത് ഫിസിക്കൽ മണി അവിടെ ഇല്ല, കംപ്ലീറ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ഇതൊക്കെ എത്രമാത്രം സാധ്യമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലോട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റാൻ പോകുന്നത് പറയുന്നത്. അതായത് അവിടുത്തെ ക്യാഷ് ഫ്ലോ കൺട്രോൾ ചെയ്യാനും പൈസ എങ്ങനെയൊക്കെ പോകുന്നു എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്യാൻ. കാരണം ഫണ്ടിങ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ. അപ്പോൾ അതിലൂടെ ഹമാസിലേക്ക് പോകുന്ന പണമൊഴുക്ക്, ഇതേപോലെ തീവ്രവാദ സംഘടനകൾക്ക് പോകുന്ന പണമൊഴുക്ക് തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കൊണ്ടുവരുന്നതെന്നും കൂടി അവർ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് ലെബനാനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ഇസ്രായേൽ സൈന്യം ഇനി ലെബനാന്റെ ഉള്ളിൽ നോർത്തേൺ ലെബനാനിൽ ഒരു രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ പാടില്ല. കാരണം അവിടെയാണ് ഇനിയിപ്പോൾ ഹെസ്ബുള്ളയെ കൊണ്ട് കുടിയിരുത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഇനി ഇസ്രായേൽ അവിടെ പോയി അറ്റാക്ക് ചെയ്യരുത് എന്ന് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ പോയിന്റ് എഴുതി ചേർക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ലെബനാൻ ആർമിയെ ശക്തിപ്പെടുത്തും, അതിന് കൂട്ടായ പരിശ്രമം വേണം. അമേരിക്കയുടെ സപ്പോർട്ടൊക്കെ അവർ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. സദൻ ലെബനാൻ ഭാഗത്തു നിന്നും ഇപ്പോഴത്തെ ആ ചെക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, ചെക്ക് പോയിന്റുകൾ, ആ ചെക്ക് പോയിന്റുകളിൽ നിന്നൊക്കെ ഇസ്രായേൽ സൈന്യം പിന്മാറണമെന്നാണ് പറയുന്നത്. അതിൽ അവർ പറയുന്നത് UN 1701 എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിന് മുമ്പ് ലിറ്റാനി റിവറിന്റെ പുറകിൽ പോകണം, അവിടെ ഒരു യൂണിഫിലിന്റെ ബഫർ സോണൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ബഫർ സോണൊക്കെ റീ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ആ രീതിയിലൊരു പോയിന്റും കൂടെ അവർ പറയുന്നുണ്ട്.
അതുപോലെ തന്നെ ലെബനാന്റെ ഭാഗത്തിൽ നിന്ന് ഒരു രീതിയിലുള്ള സെക്യൂരിറ്റി സുരക്ഷാ വീഴ്ചയും ഉണ്ടാവാൻ പാടില്ല എന്നും കൂടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ അതിനെ നേരിടണം. ഇസ്രായേലിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള റൈറ്റ്സ് റിസർവ് ചെയ്തുകൊണ്ടാണ് ഈ പോയിന്റ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ ഈ പോയിന്റ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ IDF അവരുടെ ഇസ്രായേലിന്റെ ആ ഒരു ഡിഫൻസ് അവർ കൃത്യമായിട്ട് അവർ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് അവിടെ 5 പോയിന്റുകളിൽ വാച്ച് ടവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ അന്ന് തുടങ്ങി ഇന്ന് വരെ ലെബനാന്റെ ഉള്ളിൽ ആക്രമണം നിർത്താൻ പറ്റാത്തത്. അത് മൂന്നാമത്തെ പോയിന്റ് അവർ ഉന്നയിച്ചിരിക്കുന്നത് സിറിയയെക്കുറിച്ചാണ്. സിറിയയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സിറിയയ്ക്ക് കൊടുക്കുന്ന ഉപദേശം എന്ന് പറഞ്ഞാൽ ഇറാന്റെ ഒരു രീതിയിലുള്ള സാന്നിധ്യവും അവിടെ പാടില്ല, അതാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ഷീൽഡാണ് കേട്ടോ, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബ്രഹാം ഷീൽഡ് എല്ലാം തടയലാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നവർ. ഇത് പറഞ്ഞ് അവസാനം ഇസ്രായേലിനെ വരെ തടയുന്നു, അതാണ് സംഭവം. അതായത് സിറിയയിൽ പുതിയ ഒരു ഇലക്റ്റഡ് ഡെമോക്രാറ്റിക് ഭരണകൂടം വരുന്നത് വരെ ഇസ്രായേൽ നിലവിലുള്ള ജോലാനി ഭരണകൂടവുമായിട്ട് നല്ല രീതിയിലുള്ള സഹകരണത്തിൽ പോകണം. അതുപോലെ തന്നെ ഇറാന്റെ ഏത് രീതിയിലുള്ള കടന്നുകയറ്റവും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ ജോർദാന്റെ ഉള്ളിലും സിറിയയുടെ ഉള്ളിലും ഇറാന്റെ ഇൻഫ്ലുവൻസ് അത് തടയണം. അത് തടയാൻ ഇസ്രായേലിന് എന്ത് മാർഗവും സ്വീകരിക്കാം എന്നും കൂടി പറയുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കാരണം ഇറാനാണെന്ന് വരുത്തി തീർക്കലാണ് ഈ ഒരു പോയിന്റിന്റെ ഉദ്ദേശം. ഇതിനെല്ലാം കാരണം ഇറാനാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ ഇടയ്ക്ക് കയറി വന്നതാണ് ഈ ഒരു പാലസ്തീനിന്റെ വിഷയത്തിൽ. ഇറാൻ ഈ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ചില പോളിസികളൊക്കെ അവർക്കുണ്ട്, ശരിയാണ്. അവരതും വെച്ച് വേറെ രീതിയിലാണ് അവർ ഇസ്രായേലിനെയും അമേരിക്കയും ഡിഫറെന്റ് വേയിലാണ്, അത് മറ്റു മാർഗങ്ങളിലൂടെയാണ് അവരെ ചെറുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഹമാസിനെ പിന്തുണച്ചത് വേറൊന്നും കൊണ്ടല്ല, ഹമാസും ഇസ്രായേലിനെതിരെയാണ് പൊരുതുന്നത്, ഇറാനും ഇസ്രായേലിനെതിരെ തന്നെയാണ് പൊരുതുന്നത്. അതുകൊണ്ടാണ് അവർ ആ ഒരു പോയിന്റിലാണ് അവർ ഒരുമിച്ചത്. ഹമാസ് എന്ന് പറഞ്ഞ ആ സുന്നി ആശയങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇറാന്റെ ഷിയ ഭരണകൂടം. അതിപ്പോൾ ഇസ്രായേൽ ഇല്ലാതായി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരെ കൂട്ടത്തല്ലാവും ഉള്ളിൽ. അപ്പോൾ അതുവരെ നമുക്ക് ഒരു കോമൺ ശത്രു ഉള്ള സ്ഥിതിക്ക് ഇപ്പം തൽക്കാലം നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടണ്ട എന്നാണ് സൗദിയും ഇറാനും തീരുമാനിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാലും ഇവിടെ ഇസ്രായേലുമായിട്ട് ഒരു നോർമലൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇറാനെ തീർച്ചയായിട്ടും മാറ്റി നിർത്തേണ്ടത് ഒരു അനിവാര്യമാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് അവരിപ്പോൾ ആ ഒരു പരിപാടി ചെയ്യുന്നത്. ഇറാന്റെ അടുത്ത് ഓൾറെഡി സംസാരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മളിപ്പം ഈ ഒരു വിഷയം ചെയ്താൽ മാത്രമേ ഗാസയിലെ ഹമാസിനെയും അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിനെയൊക്കെ സംരക്ഷിച്ച് നിർത്താൻ പറ്റൂ. അതുകൊണ്ട് കുറച്ച് സമാധാനപ്പെട്ടിരിക്കുക. ഞങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് തീർക്കട്ടെ എന്ന് ഓൾറെഡി തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇവർ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ ആയുധക്കടത്ത് ഏത് വിധേനയും തടയാനുള്ള റൈറ്റ്സും ഇസ്രായേലിന് ഈ പോയിന്റിൽ അവർ കൊടുക്കുന്നുണ്ട്. ഇറാന്റെ ഏത് രീതിയിലുമുള്ള കടന്നുകയറ്റം, ആയുധം കടത്തുന്നു, സിറിയയ്ക്കുള്ളിൽ അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നുണ്ട്, ലെബനാന്റെ ഉള്ളിൽ അതേപോലെ ചെയ്യുന്നുണ്ട്, ജോർദാന്റെ ഉള്ളിലും അവർ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അറബ് രാജ്യങ്ങളിലുള്ള US ബേസിന്റെ സഹായത്തോടു കൂടി, അമേരിക്കൻ മിലിറ്ററി ബേസിന്റെ സഹായത്തോടു കൂടി ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തും. റൈറ്റ്സും കൂടി ഇസ്രായേലും കൂടി കൊടുത്തുകൊണ്ടാണ് ഞങ്ങളും കൂടി ചേർന്ന് അതിനെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും അവർക്ക് കെൽപ്പില്ല. അമേരിക്കൻ ബേസിൽ ഇവർ കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് അമേരിക്കയും ഇസ്രായേലും കൂടെ ചേർന്ന് ചെയ്യും, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് അബ്രഹാം അലയൻസിനെ ചൊല്ലിയാണ്. അതായത് അബ്രഹാം അക്കോർഡ്. ഈ അബ്രഹാം അക്കോർഡും അതിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളും അവർക്കെല്ലാം തന്നെ, അതായത് സൗദി ഇസ്രായേലുമായിട്ടുള്ള നോർമലൈസേഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും കൂടി അതിനകത്ത് പങ്കെടുക്കുമെന്നും കൂടി അവർ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം അബ്രഹാം അക്കോർഡ് പോലത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യണം, ഒരുപാട് രാജ്യങ്ങൾ അതിനകത്ത് പങ്കെടുത്ത് ഇസ്രായേലുമായിട്ട് നോർമലൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഒബേ ചെയ്യണമെന്നാണ്, ഈ മേൽ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഒബേ ചെയ്യണമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പറയുന്നത് UAE, ജോർദാൻ, ഈജിപ്റ്റ് ഇതുപോലെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് ശക്തിപ്പെടുത്തും. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തും റീജിയനിൽ. അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ മൊത്തത്തിൽ തന്നെ ഒരു ലോങ് ട്രേഡ് റൂട്ട് തന്നെ രൂപീകരിക്കും എന്നാണ് പറയുന്നത്. IT, പരിസ്ഥിതി, ടൂറിസം, ഇങ്ങനെ കുറേ അവർ പറയുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് പൊലിപ്പിക്കാൻ വേണ്ടി എഴുതി ചേർക്കുന്നതാണ്. അതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനിയാണ് ഇതിനകത്ത് അഞ്ചാമത്തെ പോയിന്റ്. ഇറാന്റെ പ്രോക്സിക്കെതിരെ ശക്തമായ നടപടി നമ്മൾ എടുക്കും. ഇതിനെ ഓക്ടോപസ് ഹെഡ് എന്നാണ് ഇറാനെ വിളിക്കാൻ അവർ ആഗ്രഹിക്കുന്നത്. ഈ ഒരു എഗ്രിമെന്റിൽ ഇറാനെ എത്രത്തോളം താഴ്ത്തിക്കെട്ടാൻ പറ്റുമോ അത്രത്തോളം അവർ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പാലസ്തീനെ ഒരു സൈഡിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറാനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു എഗ്രിമെന്റ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇറാൻ പ്രാദേശിക കലാപത്തിന്റെ മുഖ്യ കാരണമാണ് എന്നുള്ള രീതിയിൽ അവർ എഴുതി ചേർത്തിട്ടുണ്ട്. ഒരു ബ്ലോക്കേഡ് പ്ലാൻ അവർ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ബ്ലോക്കേഡ് പ്ലാനിൽ ഇറാനുമായിട്ടുള്ള സകലമാന വ്യാപാര ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കാനും, അതായത് ഇതുപോലത്തെ വിഷയങ്ങൾ ഇനി കണ്ടെത്തി കഴിഞ്ഞാൽ, ഇപ്പം നിലവിലല്ല, ഇനി ഫ്യൂച്ചറിൽ ഇറാൻ ഈ രീതിയിൽ ഓക്ടോപസ് ഹെഡ് എന്നുള്ള നിലയിൽ ഇങ്ങനെ ടെൻറ്റക്കിൾസ് വെച്ച് പല പല പ്രോക്സികളെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ നടപടികൾ ഞങ്ങൾ എടുക്കും, ഉപരോധിക്കും എന്ന് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ, അറബ് രാജ്യങ്ങളാണ് പറയുന്നത്. ഈ OICയിലും പല മീറ്റിങ്ങുകളൊക്കെ കൂടി ചേർന്ന് പല പല തീരുമാനങ്ങൾ വെസ്റ്റേൺ കൺട്രീസിനെതിരെയൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ ഇറാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ വിശ്വസനീയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇങ്ങനെയാണ് ഈ ഒരു അബ്രഹാം ഷീൽഡ് പറഞ്ഞു വെക്കുന്നത്. ആറാമത്തെ പോയിന്റ്, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പാലസ്തീനിയൻ സ്റ്റേറ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 2 സ്റ്റേറ്റ് തിയറിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഇവർ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് എഴുതി ചേർത്തിരിക്കുന്നത്. ഇതിനകത്ത് എഴുതി ചേർക്കുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നാൽ അറബ് രാജ്യങ്ങൾക്ക് ഗുണം, മിഡിൽ ഈസ്റ്റിൽ പീസ് ഉണ്ടാവും, മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഗുണം ഉണ്ടാവും. പക്ഷേ ഇസ്രായേൽ കംപ്ലീറ്റ് സെക്യൂരിറ്റി നോക്കി നടത്തുന്നു. അതാണ് എനിക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഇസ്രായേൽ ഇറാനിൽ നിന്നും ത്രെട്ട് വരുന്നോ നോക്കണം, ജോർദാനിൽ നിന്നും ത്രെട്ട് വരുന്നോ നോക്കണം, സിറിയയിൽ നിന്നും ത്രെട്ട് വരുന്നോ നോക്കണം, ലെബനാന്റെ സൈഡിൽ നിന്നും വരുന്നോ നോക്കണം. അങ്ങനെ 7 ഫ്രണ്ടും ഇസ്രായേൽ 24/7 അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഇവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. അതായത് ഈ തീവ്രവാദികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്കും കൂടിയാണ് അതിന്റെ ദോഷം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ രാജഭരണകൂടം നടക്കുന്ന ഈ അറബ് രാജ്യങ്ങൾക്കും തന്നെ ഈ തീവ്രവാദികളെ വേണ്ട. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരും കൂടിയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത്. അതിനകത്ത് ഇവരെവിടെയെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പരാമർശമില്ല. ഫുൾ ആൻഡ് ഫുൾ സെക്യൂരിറ്റി റെസ്പോൺസിബിലിറ്റി മൊത്തത്തിൽ ഇസ്രായേലിന്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ എബോ പോയിന്റ്സിൽ വായിച്ചത് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പാലസ്തീനിയൻ അതോറിറ്റിക്ക് അടുത്ത 10 വർഷം കൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പാലസ്തീനിയൻ അതോറിറ്റിക്ക് 10 വർഷം കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ സ്ലോലി ഇതിന്റെ എമിറേറ്റ്സ് ഓഫ് ഹെബ്രോൺ എന്നുള്ള പേര് മാറ്റും. പാലസ്തീനിയൻ അതോറിറ്റിക്ക് എമിറേറ്റ്സ് ഓഫ് ഹെബ്രോൺ എന്നുള്ള പേരിടും. പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്യണം എന്നാണ് പറഞ്ഞു വെക്കുന്നത് വെപ്പ്. പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് എബ്രഹാം അക്കോർഡ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ജുദേയ സമാരിയ എന്ന് പറഞ്ഞ ആ ഒരു ഇന്റഗ്രേഷൻ നടത്താൻ പോകുന്നത്? അത് ഇസ്രായേലിന്റെ ഒരു വലിയ പദ്ധതിയാണല്ലോ. അപ്പോൾ ആ പദ്ധതിക്ക് എതിരായിട്ടാണ് ഈ പോയിന്റുകളെല്ലാം വരുന്നത്. ഇതിലൂടെ ഗാസ മാത്രമല്ല വെസ്റ്റ് ബാങ്കിനെയും കൂടി സംരക്ഷിക്കാനാണ് ഈ തത്രപ്പാട് മൊത്തം പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അറബ് കമ്മ്യൂണിറ്റീസ്. ഒരു 10 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് രൂപീകരിക്കാനാണ് ഇത് പദ്ധതി ഒരുക്കിയിരിക്കുന്നത്. ഈ അബ്രഹാം ഷീൽഡ് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ വെസ്റ്റ് ബാങ്കും ഗാസയും പൂർണ്ണമായി ഡീമിലിറ്ററൈസ് ചെയ്യണം. നമ്പർ 1 പോയിന്റ് അതാണ്. മനസ്സിലായോ? വളരെ വ്യക്തമായിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. അവർക്ക് എന്താണോ പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് അബ്രഹാം ഷീൽഡ് എന്നും കൂടി അവർ വിളിക്കുന്നത്. ഗാസയും വെസ്റ്റ് ബാങ്കും യൂണിലാറ്ററലായിട്ട് അനക്സേഷൻ ചെയ്യാൻ പാടില്ല. കണ്ടീഷൻ നമ്പർ 2, അനക്സേഷൻ പാടില്ല. ശക്തമായി പറയാണ്. അനക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല ഇസ്രായേലുമായിട്ട്. കൃത്യമായ അതിർത്തികൾ വേർതിരിച്ച് അവരെ മാറ്റി നിർത്തണം. അതായത് ഇസ്രായേൽ, ജുദേയ സമാരിയ, വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പാടില്ല. ഗാസയെ ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ പാടില്ല. പാലസ്തീനിയൻ അതോറിറ്റി ഫൈനാൻഷ്യലിയും അതേപോലെ തന്നെ പൊളിറ്റിക്കലിയും റീബിൽഡ് ചെയ്യപ്പെടും. സ്ലോലി, ഗ്രാജുവലി. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. പുതിയ മോഡറേറ്റ് പാലസ്തീനിയൻ ഭരണകൂടം ഉണ്ടാകും. പുതിയ മോഡറേറ്റ് ചിന്താഗതിയുള്ള ഫ്ലെക്സിബിലിറ്റി, അതായത് ഈ അഹമ്മദ് അൽ ഷറയെ പോലത്തെ ഒക്കെ അങ്ങനത്തെ ഭരണകൂടം കൊണ്ടുവരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എക്സാമ്പിളാണ് അവിടെ കാണിക്കുന്നത്. മനസ്സിലായത്? സിറിയയിൽ അഹമ്മദ് അൽ ഷറ ഉണ്ടല്ലോ, ആ ഒരു ഭരണകൂടം എങ്ങനെയാണ് ചലിക്കുന്നത് അതുപോലെ ഉള്ള മോഡറേറ്റ് ചിന്താഗതിയുള്ള തീവ്രവാദികളെ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ഇതിന്റെ അവസാനത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കുക, ആ സ്റ്റേറ്റിനെ ഇസ്രായേലിനോടൊപ്പം നോർമലൈസേഷനിൽ അബ്രഹാം അക്കോർഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ പൂർണ്ണ രൂപം. അതായത് ഞങ്ങളെല്ലാം നിങ്ങൾ അബ്രഹാം അക്കോർഡിൽ ക്ഷണിക്കുന്നുണ്ടല്ലോ, അപ്പോൾ പാലസ്തീനും ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് കൊടുത്ത് പാലസ്തീനെയും കൂടി അബ്രഹാം അക്കോർഡിലേക്ക് ക്ഷണിക്കൂ. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴുള്ള പാലസ്തീനിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ആക്കി തരാം എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതിലൂടെ ഷിയ ഭരണകൂടമായിട്ടുള്ള ഇറാന്റെ സ്വാധീനം, പാലസ്തീന്റെ മേലിലുള്ള ഇറാന്റെ സ്വാധീനം എന്നേക്കുമായിട്ട് ഒഴിവാക്കാം എന്നും കൂടി ഈ സുന്നി ഭരണകൂടം അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ തികച്ചും ഇത്ര നാൾ പൈസ മുടക്കി ഗാസയിൽ റോക്കറ്റുകളും ചൈനീസ് ഡ്രോണുകളും ഇതെല്ലാം കൊടുത്തയച്ച ഇറാൻ ഇപ്പം ആരായി? ഇങ്ങനെ ഇറാൻ ഇപ്പം പുറത്തായി. അതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇപ്പം തികച്ചും ഗാസയ്ക്കുള്ളിലേക്ക് സൗദി അറേബ്യ, UAE ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയുടെ കടന്നുവരവാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അവരുടെ ആധിപത്യമാണ് കാണാൻ കഴിയുന്നത്. ഇനി ഇസ്രായേലിൽ നിന്ന് വരുന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, ഇത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഓൾറെഡി തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ നെസറ്റിൽ ഇതിനെക്കുറിച്ച് ചർച്ചയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഹമാസ് എന്താണെന്നും ഗാസയ്ക്കുള്ളിൽ നടക്കുന്ന എന്താണെന്നും വർഷങ്ങളായിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാരാണ് ഇസ്രായേലിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരെ ഇങ്ങനെ കുറച്ച് റിപ്പോർട്ടുകളും പോയിന്റ്സും കാണിച്ച് അതിനെ ചൊല്ലി, അബ്രഹാം അക്കോർഡിനെയൊക്കെ ചൊല്ലി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അതാണ് നമ്പർ 1. രണ്ടാമത് അമേരിക്കൻ ഭരണകൂടം തന്നെ ഇതുമായിട്ട് മുന്നോട്ട് വന്നാൽ തന്നെയും ഈ പോയിന്റുകളെല്ലാം കൂടി അങ്ങനെ വിഴുങ്ങാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേലിന്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഗാസയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണത്തിൽ 6 പേര്, ഈ 6 പേരും ഒക്ടോബർ 7 ആക്രമണത്തിൽ പങ്കെടുത്ത ആൾക്കാരാണ്. ഈ 6 പേരെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബൈത്ത് ഖാനൂനിൽ മാസീവ് ആയിട്ടുള്ള ബോംബിംഗ് ഇന്നലെ തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ബൈത്ത് ഖാനൂൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ IDFന്റെ ടാങ്ക് ബോംബ് വെച്ച് പൊട്ടിച്ച് 5 പേരെ കൊലപ്പെടുത്തി 14 പേരെ ക്രൂരമായി പരിക്കേൽപ്പിച്ച ആ ഒരു ഇൻസിഡന്റ് നടന്ന സ്ഥലമാണ് ബൈത്ത് ഖാനൂൻ. ആ ബൈത്ത് ഖാനൂനിൽ നടത്തിയ ആക്രമണത്തിന്റെ ഫുട്ടേജാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ആക്രമണം ഈ രീതിയിലുള്ള സ്ട്രൈക്കാണ് അവിടെ നടത്തിയത്. ഇനി ഇതിലുപരിയായിട്ട് ഇസ്രായേൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ ഇപ്പോൾ സിറിയയ്ക്കുള്ളിൽ ഡമസ്കസിൽ അഹമ്മദ് അൽ ഷാര രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇറങ്ങി നടക്കുന്നുണ്ട്. ആ രാത്രി കാലങ്ങളിൽ ഇതുവരെ ഇറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം പുള്ളിക്കില്ലായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ തട്ടിക്കളയും. അതാണ് സംഭവം. ആ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇസ്രായേലാണ്. അതിന് ചെറുതായിട്ടെങ്കിലും ഒരു നന്ദി പ്രകടനമെങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്ന് നിങ്ങൾ കുറിച്ച് വെക്കണമെന്ന് മൊസാദ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ കോടതി വളപ്പിൽ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുന്നുണ്ട്. ഈ പാലസ്തീനിയൻ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുടെ ആൾക്കാരാണ് കോടതി വളപ്പിൽ കയറി അവിടെ പ്രൊട്ടക്ഷന് നിന്നിരുന്ന പോലീസുകാരെ, അതായത് ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ്, ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഭയങ്കര ഫ്രീഡം ആണല്ലോ അമേരിക്കയിലൊക്കെ. അപ്പം അങ്ങനെ ഫ്രീഡത്തോടു കൂടി ഇവരിങ്ങനെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ട് വരുന്ന സമയത്ത്
പോലീസ് ഓഫീസേഴ്സിനെയാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ലെബനാനെ കുറിച്ച് ഇവർ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലെബനാന്റെ ഉള്ളിൽ യൂണിഫിലിന്റെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. ആ കയറി പോകുന്ന സമയത്ത് ഈ ഷിയ മുസ്ലിംസിന് ഡോമിനേഷൻ ഉള്ള സ്ഥലത്താണ് കയറി പോകുന്നത്. അവിടെ കയറി പോകാൻ പറ്റുന്നില്ല. അവിടെ അപ്പോഴേ ബോംബ് എറിയാണ്. മനസ്സിലായോ? ചെറിയ ചെറിയ ബോംബുകളുണ്ട്, കൈ കൊണ്ട് എറിയുന്ന ബോംബുകൾ. അതുപോലത്തെ ബോംബുകൾ എറിയാണ് അവിടെ. എറിഞ്ഞിട്ട് യൂണിഫിലിന്റെ ടാങ്കൊക്കെ പെരുവഴിയിലാണ്. ഒരു വഴിയും കാണാൻ കഴിയാതെ ഏത് കാട്ടിനകത്തോ എവിടേക്കോ കയറി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് യുഎന്റെ സുരക്ഷാ സേന അവിടെ പോയിട്ട് നിലയുറപ്പിക്കാൻ പോകുന്നത്? അപ്പൊ അതുകൊണ്ട് ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇവിടെയൊക്കെ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ആ ചാലഞ്ച് ഒക്കെ എങ്ങനെ മറികടക്കുന്നു എന്നുള്ളത് നമുക്ക് ഇനി കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പോയിന്റ് ആണ് വളരെ ശക്തമായിട്ട് അബ്രഹാം ഷീൽഡ് എന്നുള്ള നിലയിൽ ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് പത്രത്തിൽ അടിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഈ അബ്രഹാം ഷീൽഡ് അറബ് കൺട്രീസ് മൊത്തത്തിൽ ഇതിനെ എടുത്ത് സംസാരിക്കാനും ഇതിനെ പല മീഡിയകളിലും കൊടുത്ത് വാർത്തയാക്കാനും ഇത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനും ഈ ഒരു അബ്രഹാം ഷീൽഡ് എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.